ഉണ്ണികൃഷ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെന്നുള്ള നിലയിലും ഉണ്ണികൃഷ്ണനെ റെക്കമെൻഡ് ചെയ്ത ആളെന്നുള്ള നിലയിലും തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടി വരും. ഇത് വേറെ പലർക്കും അറിയാമെന്ന് പറഞ്ഞാൽ കാരണഭൂതൻ കുഴയും, ക്യാപ്റ്റൻ കുഴയും, കപ്പിത്താൻ കുഴയും, ഈ കപ്പലാടും. പത്മകുമാർ പറഞ്ഞു, ദൈവതുല്യമായി കണക്കാക്കുന്നവരുണ്ടോ? ദൈവതുല്യരായിട്ട് സൃഷ്ടിക്കുന്നത് തന്ത്രിയാണോ, മന്ത്രിയാണോ, മുൻമന്ത്രിയാണോ, അതോ മുഖ്യമന്ത്രിയാണോ, അല്ലാതുള്ള ഏതെങ്കിലും പ്രമുഖനാണോ? ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബിനാമിയെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് 100 കണക്കിന് പേരാണ്. എന്ത് ഡീലാണ് മന്ത്രിയുമായി സംസാരിച്ച് മന്ത്രി ഓഫീസുമായി ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കത്ത് ഒപ്പിട്ട് കൊടുത്തത്? നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ CPMന്റെ കൊടികുത്തിയ നേതാവും മുൻ MLAയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാർ ഇക്കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. പത്മകുമാറിൻ്റെ അറസ്റ്റ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വൈകിപ്പോയത്? അതുകൂടാതെ ഇനി ആരൊക്കെയാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അഴിയെണ്ണാൻ പോകുന്നത്? മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമോ? ചോദ്യം ചെയ്താൽ തന്നെ ഇനി ആരൊക്കെ അഴിയെണ്ണേണ്ടി വരും എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. 2 ചോദ്യമാണ് എന്നോട് ചോദിച്ചാൽ. അതിന് രണ്ടാമത്തെ ചോദ്യം ആദ്യം പറഞ്ഞിട്ട് ഒന്നാമത്തെ ചോദ്യത്തിൽ വരാം. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് പത്മകുമാറിനെ വൈകി? ഇനി അടുത്ത ആള് കടകംപള്ളി സുരേന്ദ്രനോ വാസവനോ അല്ലെങ്കിൽ പ്രശാന്തോ ആണെങ്കിൽ ഇതിനേക്കാൾ ചിലപ്പോൾ വൈകാം. കാരണം ഒരു സാധാരണ കള്ളനെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരു മോഷ്ടാവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന അല്ല അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ തെളിവുകൾ കൃത്യമായി വേണം, അവർക്ക് സമയം കൊടുക്കണം. എന്തുകൊണ്ട് ഇത്രയും നല്ല സ്ട്രോങ് ആയൊരു തെളിവുണ്ടായിട്ടും പത്മകുമാറിന് കത്ത് കൊടുത്താണ് വിളിച്ചു വരുത്തത്? വേണ്ട, നേരിട്ട് പോയി അറസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ? അത് പത്മകുമാറിൻ്റെ കേസിൽ. ഇനി മന്ത്രിയാണെന്ന് വെച്ചോളൂ, ഇനി കടകംപള്ളിയുടെ കേസിലേക്ക് ഇത് വരുമെന്ന് വിചാരിച്ചോളൂ. വന്നാൽ, നിങ്ങൾ ചോദിച്ചതിൻ്റെ വേറെ ന്യായം, വന്നാൽ അത് MLA ആണ്, മുൻമന്ത്രിയാണ്. അപ്പോൾ സ്പീക്കറുടെ അനുവാദം വേണം, ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നടപടിക്രമം ഉള്ളതുകൊണ്ട് ഹയറപ്പിലേക്ക് പോകും തോറും സാധാരണ ഒരു റോഡിൽ നിന്ന് ഇങ്ങനെ പിക്ക് പോക്കറ്റുകാരനെ പൊക്കി എടുത്തുകൊണ്ട് പോകണം അതേ വേഗതയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് അതിൻ്റേതായ നടപടിക്രമമുണ്ട്. പിന്നെ ഇത് പലവട്ടം ആലോചിക്കുകയും ചെയ്യും ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ. കാര്യം സമൂഹത്തിൽ പൊളിറ്റിക്കൽ ലീഡർമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കും ഇത് വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ള. അപ്പോൾ അതൊരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഇത് SIT എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. എന്ത് പറയുമ്പോൾ അൾട്ടിമേറ്റ് അവർ കേരള സർക്കാർ, ആ പഠനത്തിൽ IPS കാരന് മാത്രമാണ് ഒരു പ്രിവിലേജ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്, IPS എന്നുള്ള നിലയിൽ. ബാക്കിയെല്ലാം ഇവിടുത്തെ സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു നടപടിക്രമം വരും. പിന്നെ ഇതിനകത്ത് അടുത്ത ചോദ്യമാണ് നമ്മളെ കടകംപള്ളിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയം. കടകംപള്ളി ഇപ്പോൾ പറയുന്നതൊക്കെ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയമാണെന്ന് ആദ്യം പറയണം. കാരണം എന്താണ്, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ, മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. കേരളത്തിൽ ട്രാൻസ്ഫർ, പോസ്റ്റിങ്, പിയൂണെ നിയമിക്കൽ, അങ്ങനെ എല്ലാ കുഞ്ഞു കാര്യങ്ങൾക്കും ഫയൽ എവിടെ വരും? അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ മന്ത്രിയുടെ അടുത്ത് വരും. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ അവിടെ പിന്നെ പത്മകുമാറിനെ പോലെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റാണ്, അന്ന് ജില്ലാ സെക്രട്ടേറിയറ്റാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മുൻ MLAമായ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പത്മകുമാറും കടകംപള്ളിയും തമ്മിൽ സംസാരിക്കാറില്ലേ? ഒഫീഷ്യൽ പോട്ടെ, ഒഫീഷ്യൽ വേണ്ട, ബോർഡിൻ്റെ മീറ്റിങ്ങിൽ ബോർഡാണ് തീരുമാനം എടുക്കുന്നത്. അൺഒഫീഷ്യൽ സംസാരിക്കാറില്ലേ? ഇനി എല്ലാ മന്ത്രിമാരുടെ, നമ്മളിപ്പോൾ മന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിന്ന് എത്രയോ വാരം അടുത്താണ് നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ഓരോ വകുപ്പിലും പ്രൈവറ്റ് സെക്രട്ടറി കഴിഞ്ഞിട്ട് APSമാരുണ്ട്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ്? അദ്ദേഹത്തെ ചോദ്യം ചെയ്യണം. കടകംപള്ളിയെ മാത്രം ചോദ്യം ചെയ്യാൻ പോരാ, അങ്ങനെ ഒരാളുണ്ട്, PS ഉണ്ട്, പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. ആ APS ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അവിടെ അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് പരാജയമാണ്. കാരണം തൻ്റെ കീഴിലുള്ള ഏത് മന്ത്രിയായാലും, ഇപ്പോഴുള്ള മന്ത്രിമാരല്ല, തൻ്റെ കീഴിലുള്ള ഒരു വകുപ്പിൽ, ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മന്ത്രിയായ തന്നോട് തൻ്റെ സ്റ്റാഫുകൾ വന്ന് ബ്രീഫ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണത്. ഇനി വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. സാധാരണ മന്ത്രിമാർ ചെയ്യുന്ന മറ്റൊരു പണിയുണ്ട് മന്ത്രി ഓഫീസിൽ. ചിലപ്പോൾ UDF വച്ചിരിക്കുന്ന ആളായിരിക്കും LDFൻ്റെ കാലത്ത് തുടരുമെന്ന് വിചാരിച്ചോളൂ. ചിലപ്പോൾ അങ്ങനെ ചില ഡയറക്ടർമാരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. അങ്ങനെ ചിലയിടത്ത് മാറ്റാൻ പറ്റാതെ വർഷമൊക്കെ കിട്ടിയിരിക്കും. ഇപ്പം കെ ജയകുമാറിന് 2 വർഷം കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. ഇനിയിപ്പോൾ അടുത്ത UDF വന്നാലും മാറ്റാൻ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റേതായ ചട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ പോലും ആ ഡയറക്ടറോ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ മന്ത്രിയുമായിട്ട് നല്ല ടേംസ് അല്ലെങ്കിൽ മന്ത്രി ഓഫീസ് ചെയ്യുന്ന പണി എന്താണെന്നറിയാവോ? വേറെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ഒരു എർത്ത് പോലെ വച്ചേക്കും അവിടെ ഈച്ച അനങ്ങിയാലും ആരറിയും? മന്ത്രി അറിയും. അറിയില്ല എന്ന് പറഞ്ഞാൽ പരാജയമാണ് ഒന്ന്. രണ്ടാമത്, കടകംപള്ളി സുരേന്ദ്രൻ പെടാൻ പോണേ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത്
ഉണ്ണികൃഷ്ണൻ കത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, നിവേദനം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ എൻട്രൻസിനായിക്കോട്ടെ, ശബരിമല ഒരു എൻട്രൻസിന് വേണ്ടിയിട്ട്, എൻട്രൻസ് മീൻസ് ദേവസ്വം ബോർഡിൻ്റെ അടുത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരു കത്ത് കൊടുത്തിട്ടുള്ള ആ കത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് വളരെ പ്രധാനമാണ്. ആര്? മന്ത്രി കൺസിഡർ എന്നാണോ, ഇത് ചെയ്തു കൊടുക്കണമെന്നാണോ, പരിഗണിക്കണമെന്നാണോ, എന്താണ് എഴുതി, 2 വാക്കായിരിക്കും ചിലപ്പോൾ എഴുതിയിരിക്കുന്നത്, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ എഴുതി താഴോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെന്നുള്ള നിലയിലും ഉണ്ണികൃഷ്ണനെ റെക്കമെൻഡ് ചെയ്ത ആളെന്നുള്ള നിലയിലും തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെ എന്ത് ചെയ്യേണ്ടി വരും? ചോദ്യം ചെയ്യേണ്ടി വരും. അത് എന്തിന് ചോദ്യം ചെയ്യണം? റെക്കമെൻഡ് ചെയ്തവനല്ല ചോദ്യം ചെയ്യേണ്ടത്. ഈ റെക്കമെൻഡ് ചെയ്ത 2 വരിക്കല്ല ചോദ്യം. ഇങ്ങനെ ഒരാളിനെ ഷെയ്ഡി ക്യാരക്ടറായി പിടിച്ചൊരാളിനെ, ഉണ്ണികൃഷ്ണൻ ഷെയ്ഡി ക്യാരക്ടറാണല്ലോ ഇപ്പോൾ, അങ്ങനെ മോശം ക്യാരക്ടറായി പിടിച്ചൊരാളിന് മന്ത്രി അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഷെയ്ഡി ക്യാരക്ടർഷിപ്പ് അറിയാമായിരുന്നില്ലേ? അടുത്ത ചോദ്യം. ഇനി ഷെയ്ഡി ക്യാരക്ടറായിട്ടുള്ള, അല്ലെങ്കിൽ മോശം ക്യാരക്ടറായിട്ടുള്ള, മോശ സ്വഭാവക്കാരനായിട്ടുള്ള, കള്ളനായിട്ടുള്ള, കൊള്ളക്കാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തതിൻ്റെ പങ്കും ഇതിന് കൊടുത്തിട്ടുണ്ടോ? ഈ കൊടുത്ത കത്തിനുള്ള പങ്ക് കിട്ടുമോ? എന്ത് ഡീലാണ് മന്ത്രിയുമായി സംസാരിച്ച് മന്ത്രി ഓഫീസുമായി ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കത്ത് ഒപ്പിട്ട് കൊടുത്തത് എന്നുള്ള വളരെ ഗൗരവതരമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് കടകംപള്ളി ഉത്തരം പറയേണ്ടി വരും. റിയൽ സെൻസിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ SIT പിടിക്കുമോ ഇല്ലയോ, അല്ലെ വിളിക്കുമോ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ റിയൽ സെൻസിലാണെങ്കിൽ കടകംപള്ളി ഒരു നിരവധി ചോദ്യങ്ങൾക്ക് എന്ത് പറയേണ്ടി വരും? ഉത്തരം പറയേണ്ടി വരും. കടകംപള്ളിയുടെ ഫോൺ പരിശോധിക്കേണ്ടി വരും, വാട്സപ്പ് പരിശോധിക്കേണ്ടി വരും. കാരണം മെസ്സേജുകൾ, പത്മകുമാറായിട്ടുള്ള മെസ്സേജുകൾ, അതുപോലെ തന്നെ PS പ്രൈവറ്റ് സെക്രട്ടറി ആരാന്നുള്ളതിന് പ്രശ്നമുണ്ട്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കാര്യവുമുണ്ട്. ഇനി നമ്മൾ വാസവനിലേക്ക് വരണം. കാരണം 2025 ഇതേ ഉണ്ണികൃഷ്ണൻ എന്ത് കൊടുത്തു? ഇത് കൊടുക്കാൻ പറ്റുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പേപ്പർ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രശാന്ത് വാസവനുമായിട്ട് സംസാരിച്ചില്ലയോ? പ്രശാന്തിനും വാസവനും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലയോ? അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ? അപ്പോൾ 18 കൊടുത്ത ഉണ്ണികൃഷ്ണന് 25 വരെ തുടരാനും വീണ്ടും കൊടുക്കാനും അവിടെ ഒരു ലോബി ഉണ്ടായെങ്കിൽ ആ ലോബിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് വല്ല പ്രൊട്ടക്ഷൻ ഉണ്ടോ? അപ്പോൾ വാസവനെ ചോദ്യം ചെയ്യേണ്ടി വരും. പിന്നെ വിജയകുമാർ എന്ന് പറയുന്ന നേരത്തെ ദേവസ്വം ബോർഡ് മെമ്പറുണ്ട്, തിരുവനന്തപുരത്തുകാരനാണ്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടി വരും. KP ശങ്കർദാസ് ഉണ്ട്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ തൊട്ട് ഇനി വേറൊരു തമാശയും കൂടെ നടക്കാം. അതൊരു തമാശയായിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ, ഇനി സീരിയസ് ആവുമെന്ന് എനിക്കറിയില്ല. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരാളെ പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞനുസരിച്ച് അടുത്ത ആളിനെ പിടിച്ചിരിക്കുന്നു. ഒരാൾ പറഞ്ഞനുസരിച്ച് അടുത്ത ആളിനെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണനെ പിടിച്ചു, ഉണ്ണികൃഷ്ണൻ ഉടനെ തന്നെ മുരാരി ബാബുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ മുരാരി ബാബുവിനെ പിടിക്കുന്നു, അവിടെ നിന്ന് അടുത്ത ആളിനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് വാസുവിനെ പിടിച്ചു. വാസു ആരെ പേര് പറഞ്ഞു? പത്മകുമാർ പറഞ്ഞു ദൈവതുല്യമായി കണക്കാക്കുന്നവരുണ്ടോ? അപ്പം ഞാൻ ഒരു നമ്പർ കൂടെ പറയട്ടെ, ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ദൈവതുല്യമെന്ന് പത്മകുമാർ ഉദ്ദേശിച്ചത് തന്ത്രിയാണോ? ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. തന്ത്രിയൊക്കെ ദൈവതുല്യമായിട്ടാണല്ലോ ആളുകൾ, ഭക്തരൊക്കെ ചെന്ന് കാലൊക്കെ തൊട്ട് ഒഴുത് ദക്ഷിണയെ കൊടുക്കുക. അപ്പോൾ ദൈവതുല്യരായിട്ട് സൃഷ്ടിക്കുന്നത് തന്ത്രിയാണോ, മന്ത്രിയാണോ, മുൻമന്ത്രിയാണോ, അതോ മുഖ്യമന്ത്രിയാണോ, അല്ലാതുള്ള ഏതെങ്കിലും പ്രമുഖനാണോ? ആ ഒരു ചോദ്യമുണ്ട് കേരളത്തിൽ. ദൈവം എന്ന് പറയുന്നത് ഇവർ മാത്രമല്ലല്ലോ, കേരളത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിലുണ്ടോ? ഉണ്ടെന്നാണ് പത്മകുമാർ ആൾറെഡി നേരത്തെ ചാനലുകളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പത്മകുമാർ ഇനി ബാക്കി മൊത്തം മനസ്സ് തുറന്നിട്ടില്ല. ഇനി ചോദ്യം ചെയ്യലിന് കസ്റ്റഡി വാങ്ങും, ചോദ്യം ചെയ്യലുണ്ട്. അതിൽ കടകംപള്ളിയുടെ പേരോ മന്ത്രി പറഞ്ഞിട്ടാണെന്ന് ഇപ്പോൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന് പ്രൂഫുകൾ കിട്ടുകയാണെങ്കിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാം. കടകംപള്ളിയെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മാത്രമല്ല എന്നങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വേറെ പലർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ആര് കുഴയും? കാരണഭൂതൻ കുഴയും, ക്യാപ്റ്റൻ കുഴയും, കപ്പിത്താൻ കുഴയും, ഈ കപ്പലാടും. ഈ കപ്പലിപ്പോൾ ആടുമോ ഇല്ലെന്നിപ്പോൾ പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ എത്തി നിൽക്കുന്നൊരു ചിത്രം. അത് വരുമോ എന്നറിയില്ല. കാരണം ഈ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെസ്പെക്റ്റുള്ള ആളാണ്, മുഖ്യമന്ത്രി എന്നുള്ളത് ഞാൻ വലിയ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരുപാട് ദുരന്ത നായകന്മാരെ കണ്ടിട്ടുള്ളതാണ് ഈ ഭൂമി. അപ്പോൾ അദ്ദേഹം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കർമ്മം, മോശം കർമ്മങ്ങൾ ഒരു കർമ്മഫലം വരുമോ, അത് അയ്യപ്പൻ്റെ രൂപത്തിൽ വരുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നൊരു സിനിമയുണ്ടല്ലോ, അതുപോലെ സുരേന്ദ്രേട്ട ആര് വിളിക്കുന്നു? കനകദുർഗ വിളിക്കുന്നു, ബിന്ദു അമ്മണി വിളിക്കുന്നു, അതുപോലെ തന്നെ മറ്റേ പെണ്ണുപിള്ളേരെ പേരെന്താ, രഹ്ന ഫാത്തിമ വിളിക്കുന്നു. ഇത് ഒരു കണ്ണുനീരിൻ്റെ കഥയും കൂടെ ഉണ്ട് ശബരിമലയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഞാൻ നമ്മൾ ഹൈറാർക്കി വെച്ചിട്ട് തൊട്ട് അടുത്ത ആളുകളിൽ പോയതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് മുൻ മന്ത്രി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മന്ത്രിക്കറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പുറത്തു വന്ന വാർത്തയാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം ആരുടെയെങ്കിലും സൂചനകൾ തന്നാൽ അടുത്ത ആളുടെയും ചോദ്യം ചെയ്യേണ്ടത്. അവിടെയാണ് വേറൊരു പ്രശ്നമുള്ളത്. അങ്ങനെ ചോദ്യം ചെയ്ത് കയറിപ്പോകുമ്പോൾ ഇത് കേരളത്തിൽ മാത്രത്തിൻ്റെ ഒരു ഏജൻസി കൊണ്ട് മാത്രമേ നിൽക്കുമോ, SIT കൊണ്ട് മാത്രമേ നിൽക്കുമോ? നിൽക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാദം. കുറച്ചുകൂടി ഹയർ തലത്തിലേക്ക് ഇത് അന്വേഷണ ഏജൻസി തന്നെ മാറേണ്ടി വരും. സ്വർണ്ണമായതുകൊണ്ടും അത് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധ്യതയുള്ളത് കൊണ്ടും ഇൻ്റർപോളിൻ്റെ ഉൾപ്പെടെയുള്ള സഹായം ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ വിഷയത്തിൽ എടുക്കേണ്ടി വരും. കാരണം ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറയുന്നതും കൈമാറ്റവും ലോകത്ത് വലിയൊരു വിഷയമാണ്. അതിൻ്റെ എക്സ്പേർട്ടുകളുണ്ട് ഇൻ്റർനാഷണൽ. ആ എക്സ്പേർട്ടുകളുടെ സേവനം എടുത്തിട്ടുണ്ടോ ഈ ഉണ്ണികൃഷ്ണൻ സംഘമൊക്കെ? കാരണം അങ്ങനെ ഞാൻ പറയാൻ കാരണം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ബിനാമിയെ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നൂറുകണക്കിന് പേരാണ്. അവരെല്ലാം വലിയ ബൗദ്ധിക ജീവികളാണ് പ്രവർത്തിച്ചിരിക്കുന്നത്, അധികാര കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു അന്വേഷണവും വളരെ സമഗ്രമായ ഒരു അന്വേഷണവും ആവശ്യമുണ്ട്. ED ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്തായാലും വളരെ സമഗ്രമായ ഒരു അന്വേഷണത്തിലായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. അടുത്ത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിക്കണമെന്നുള്ളത് കുറച്ചുകൂടി ചിലപ്പോൾ സമയം എടുത്തേക്കാം. അത് ചിലപ്പോൾ എടുത്തേക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ എങ്ങാനും പേരോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആ ദൈവം എന്നൊക്കെ പറയുന്ന പത്മകുമാർ പറഞ്ഞ ദൈവം കുറച്ചുകൂടെ വലിയ ആളാണെങ്കിൽ, സ്രാവാണെങ്കിൽ, വമ്പൻ സ്രാവാണെങ്കിൽ അതിനെ പിടിക്കാൻ വീണ്ടും സമയം എടുത്തേക്കാം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പത്മകുമാർ പറയുന്ന വമ്പൻ സ്രാവോ ദൈവമോ പാർട്ടിയുടെ സെക്രട്ടറിയോ ബന്ധപ്പെട്ടവരോ പോളിറ്റ് ബ്യൂറോ അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. അവരാണോ പുറത്തുള്ളവരാണോ കേരള സമൂഹം നല്ലതുപോലെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആരെങ്കിലുമാണോ എന്നുള്ളതും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ താല്പര്യമുണ്ട്, അറിയേണ്ടതുണ്ട്. ആ തരത്തിൽ കേസുകൾ പോകുമോ? പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയെങ്കിലും കേസ് മുമ്പോട്ട് പോകുന്നത്. എല്ലാ കേസും പൊളിറ്റിക്കൽ ലീഡറിൻ്റെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇടിച്ചു നിൽക്കും. അവിടെ ഇടിച്ചു നിൽക്കും ഏത് കേസ് എടുത്താലും. പക്ഷേ ഈ കേസ് എന്തുകൊണ്ടോ അതിനെ ക്രോസ് ചെയ്ത് പോകുന്നു. അതിന് എത്ര ദൂരം പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പത്മകുമാർ രേഖകളിലാണ് ഈ സ്വർണം ചെമ്പാക്കിയിരിക്കുന്നത്. അത് കടകംപള്ളി സുരേന്ദ്രൻ്റെ പക്കൽ ആ ഒരു രേഖ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കടകംപള്ളിയുടെ ഒരു പ്രസ്താവന. അത് വിശ്വസിക്കാം, ചിലപ്പോൾ വിശ്വസിക്കാതെ ഇരിക്കാം. അങ്ങനെ കടകംപള്ളിയുടെ മുൻപിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും കടകംപള്ളിയുടെ മുന്നിൽ ഈ നമ്മളെ പത്മകുമാർ എഴുതിയ കത്തുണ്ടല്ലോ, ഒരു കത്ത് എഴുതിയല്ലോ. ആ കത്ത് അതുപോലെ കൊണ്ട് കടകംപള്ളിയെ കാണിച്ചൊന്നും കാണത്തില്ല. കത്ത് പുള്ളി അങ്ങ് എഴുതി. പക്ഷെ കത്തിലെ മാറ്റർ ആരുമായിട്ട് പറഞ്ഞു കാണും? മിനിസ്റ്ററുടെ സൂചിപ്പിച്ച് കാണും. കാരണം ഏതൊരു കള്ളനും കൊള്ളക്കാരനും ഡയറക്ടറായിട്ടോ ഇതുപോലെ ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ അവർ പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ, അല്ലെ ചെയ്യത്തില്ല. ചെയ്യാൻ എളുപ്പമല്ല. ഇവിടെ ഏതെങ്കിലും ഇപ്പോൾ കശുവണ്ടി കോർപ്പറേഷൻ ചന്ദ്രശേഖരനായതുകൊണ്ടാണ് ചെയ്തത്. വേറൊരാളുടെ ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. അത് ഉദ്യോഗസ്ഥർ ചെയ്യണമെങ്കിൽ അവർക്ക് അവിഹിതമായ പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ, അല്ലെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞ് കാണത്തില്ല. തീർച്ചയായിട്ടും ആ കത്ത് കൊടുത്ത് കാണത്തില്ല. പക്ഷെ അൺഒഫീഷ്യലായിട്ട് ആരോട് പറഞ്ഞു കാണും? ഈ കടകംപള്ളിയോട് പറഞ്ഞു കാണും. കടകംപള്ളി അൺഒഫീഷ്യലായിട്ട് അത് ആരോട് പറഞ്ഞു കാണും? മുഖ്യമന്ത്രിയോടും ഗോവിന്ദൻ മാഷിനോടും പറഞ്ഞു കാണും. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ, ഇനി പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഗോവിന്ദൻ മാഷ് പറയണം എന്നോട് അയ്യപ്പനാണ് സത്യം, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറയണം ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ സിസ്റ്റം ഫെയിലുവറാണ്, വേറൊരു ഫെയിലുവറാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പാർട്ടിയുടെ MLA ആയിട്ടുള്ള ഒരാളിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുന്നു. അദ്ദേഹം ചെയ്ത വളരെ വിവാദമാകാവുന്നൊരു വിഷയം അദ്ദേഹത്തിൻ്റെ മന്ത്രിയെ അറിയിച്ചില്ല. മന്ത്രി അതറിഞ്ഞിട്ടും പാർട്ടി അറിയിച്ചില്ല. മന്ത്രി അതറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അറിയിച്ചില്ല. അത് പാർട്ടിയുടെ ആരും സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം മൊത്തം ഫെയിലുവറാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല. അതുകൊണ്ട് ഇത് കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവും, കത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ശബരിമലയിലെ സ്വർണം ചെമ്പാക്കി മാറ്റിയുള്ള ഒരു ഉത്തരവ്, ഒരു കത്ത് പത്മകുമാർ തയ്യാറാക്കുന്നത്. ഇത് കടകംപള്ളിയുടെ മുൻപിൽ എത്തിയില്ലേ എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുന്നു. എത്തിയെങ്കിൽ അത് മുഖ്യമന്ത്രിയും അറിഞ്ഞു കാണില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യവും നിലനിൽക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാം തന്നെയുള്ള ഉത്തരം SIT നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.